വലിയേട്ടൻ്റെ അപ്രമാദിത്വം ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇദം പ്രഥമമായി ഗൗരവമായി ചോദ്യം ചെയ്യപ്പെടുകയാണ്. പറഞ്ഞു വരുന്നത് CPM-ന്റെ കേരളത്തിലെ അപ്രമാദിത്വം ഘടകകക്ഷികൾ, ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾ ചോദ്യം ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ആദ്യ ഭാഗമായി ഇത് ഇന്നലെ തുടങ്ങിയതല്ലാതെ ചെറിയ ശബ്ദത്തിൽ, അടക്കിപ്പിടിച്ച ശബ്ദത്തിൽ CPI മുൻകാലത്തും ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ചോദ്യം ചെയ്യുക എന്നതല്ല, അസുഖകരമായ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്, വിസ്മരിക്കുന്നില്ല. PM ശ്രീയുടെ കാര്യത്തിലും എന്തുകൊണ്ട് മുന്നണിയിൽ ചർച്ച ചെയ്തില്ല, എന്തുകൊണ്ട് മന്ത്രിസഭയിൽ പോലും ചർച്ച ചെയ്തില്ല, ന്യായമായ ചോദ്യമാണ് CPI ഉന്നയിച്ചത്. അതുമാത്രമല്ല, മുൻകാലങ്ങളിൽ CPM-നെ തിരുത്താൻ തക്ക ഒരു ആർജവം പലപ്പോഴും CPI കാട്ടിയിട്ടുണ്ട്. ഒരുപക്ഷെ സർക്കാർ ജീവനക്കാരുടെ ഈ റിട്ടയർമെൻറ്റ് പ്രായം വർദ്ധിപ്പിക്കാൻ CPM ഏതാണ്ട് ധാരണയിലെത്തി എന്ന് ചിന്തിക്കുന്നവരുണ്ട്. CPI-യുടെ ജനറൽ സെക്രട്ടറി വെളിയം ഭാർഗവൻ്റെ ഒരു കടമ്പിടുത്തമല്ലേ CPI-യുടെ ഭാഗത്തു നിന്നുള്ള ചില സമ്മർദ്ദങ്ങൾ കാരണം യുവജനങ്ങളുടെ താല്പര്യം കൂടി സംരക്ഷിച്ചുകൊണ്ട് ഒരുപക്ഷെ ആ നീക്കത്തിൽ നിന്നും പിന്നാക്കം പോയി. അങ്ങനെ ഒരുപാട് അവസരങ്ങളിൽ CPI ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്, ചില മീനിങ് ഫുൾ ഇൻ്റർവെൻഷൻസ് നടത്തിയിട്ടുണ്ട്. പക്ഷെ പരസ്യമായ ചോദ്യം ചെയ്യൽ ഇന്നേ വരെ നടത്തിയിട്ടില്ല. ഇന്നത്തെ രൂപത്തിൽ ഇടത് ജനാധിപത്യ സഖ്യം രൂപപ്പെട്ട 80കളുടെ ആദ്യം മുതൽ 2026 വരെ ഈ രീതിയിൽ CPI പ്രതികരിച്ചതായി കാണുന്നില്ല. ഇപ്പോഴത്തെ വിഷയം പ്രതിപക്ഷ ഉപനേതാവിൻ്റെ സ്ഥാനമാണ്. നോക്കൂ, 2ാം നമ്പർ കക്ഷി ഇടതുപക്ഷത്ത് കേരളത്തിലെ LDF-ൽ CPI ആണ്. വല്ല സംശയമുണ്ടോ? ഇല്ലല്ലോ. കേരള കോൺഗ്രസിനെ, അതായത് മാണി വിഭാഗം കേരള കോൺഗ്രസിനെ 5-6 വർഷം മുൻപ് LDF-ലേക്ക് എടുക്കുന്ന സമയത്ത് ഒരു വലിയ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. CPI കാര്യമായ സപ്പോർട്ട് ചെയ്തില്ല ആ നീക്കത്തെ. CPM-നെ സംബന്ധിച്ചിടത്തോളം കോട്ടയം ജില്ലയിൽ ഒരു അസ്തിത്വം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ മാണി കേരള കോൺഗ്രസിൻ്റെ സാന്നിധ്യം ഗുണം ചെയ്യുമെന്നൊരു ചിന്ത. പക്ഷേ CPI-യെ സംബന്ധിച്ചിടത്തോളം 2ാം സ്ഥാനം റിസ്കിയാകും. ഇനി കേരള കോൺഗ്രസ് എങ്ങാനും വളർന്ന് വലിയ നിലയിലായി കഴിഞ്ഞാൽ ചില ജില്ലകളിലെങ്കിലും തങ്ങളെ 2ാം സ്ഥാനത്ത് നിന്നും പടിയടയ്ക്കും. കോട്ടയം ജില്ലയിൽ ഉൾപ്പെടെ 2ാം സ്ഥാനത്ത് നിന്നും തങ്ങൾ പിന്നാക്കം പോകുമല്ലോ എന്നൊരു ഭയമാണ്. പക്ഷേ അതൊക്കെ ദൂരീകരിച്ചുകൊണ്ട് പിണറായി 2.0 സംഭവിച്ചു. എല്ലാം ശുഭം എന്ന് വിശ്വസിക്കുമ്പോഴാണ് PM ശ്രീ ഉണ്ടാകുന്നതും ലേശം അസ്വാരസ്യങ്ങൾ ഉണ്ടാവുകയും. അതോടൊപ്പം തന്നെ സമാന്തരമായി നടന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായിട്ട് തന്നെ CPI-യുടെ യുവജന വിഭാഗം ക്യാമ്പസുകളിൽ വളർന്നു വരാൻ CPM-ന്റെ യുവജന വിഭാഗമായ സ്റ്റുഡൻറ്റ് വിങ്ങായ SFI അനുവദിക്കാറില്ല എന്നതാണ് ഡിഫാക്ടോ റിയാലിറ്റി. അതുപോലെ തന്നെ ഈ CPI-യുടെ യുവജന പ്രസ്ഥാനം CPM-ന്റെ യുവജന പ്രസ്ഥാനമായ DYFI-യേക്കാൾ വളരെ ദുർബലവുമാണ്. അപ്പോൾ CPI-ക്ക് മറ്റാരും പൊതുവെ എതിരല്ല. ആരും, കോൺഗ്രസ്സുകാരും അല്ലെങ്കിൽ മറ്റ് പാർട്ടിക്കാരോ BJP-ക്കാരോ ആരും തെരുവിൽ CPI-ക്കെതിരെ കാര്യമായ ഒരു ബലപ്രയോഗം നടത്തിയതായി തെളിവില്ല. പക്ഷേ തെരുവിൽ ബലപ്രയോഗത്തിന് CPI വിധേയരായത് CPM-ന്റെ അണികളിൽ നിന്നുമാണ് എന്നതും ഒരു കൈപ്പേറിയ ഓർമ്മയായി പല CPI നേതാക്കളുടെയും മനസ്സിലുണ്ട്. അതുകൊണ്ട് കാലാകാലങ്ങളിൽ വന്ന CPI-യുടെ കേരളത്തിലെ സെക്രട്ടറിമാർ വലിയ സമ്മർദ്ദം പാർട്ടിക്കുള്ളിൽ നേരിട്ടു. ഒന്ന്, അവർക്ക് ന്യായമായ ഒരു റോൾ LDF-ൽ ഉണ്ടാവണം. CPM-നോട് കൃത്യമായി വിലപേശാൻ കഴിയണം. CPM-ന് മുന്നിൽ ചെല്ലുമ്പോൾ, മുന്നണി ഏകോപന സമിതിയിൽ ചെല്ലുമ്പോൾ CPI നേതൃത്വം CPM-ന് പഞ്ചപുച്ഛമടങ്ങി കീഴടങ്ങുന്നു എന്നൊരു ആരോപണമുണ്ട്. വെളിയം ഭാർഗവൻ അത് തിരുത്തി നിന്നു. അതിന് ശേഷം വന്ന പല സെക്രട്ടറിമാരും, കാരണം രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഏറെ വിമർശനം കേട്ടു. ദുർബലരായ സെക്രട്ടറിമാർ എന്ന വിമർശനം കേട്ടു. ഇപ്പോൾ ബിനോയ് വിശ്വവും സമാനമായ ഒരു അവസ്ഥയിലാണ്. CPM-നോട് മറുത്തു പറയാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ച് പിണറായി വിജയൻ നയിക്കുന്ന ഒരു കാലഘട്ടത്തിൽ CPM-ന്റെ സെക്രട്ടറി മറ്റാരെങ്കിലും ആയിരിക്കാം. കാലാകാലങ്ങളിൽ കോടിയേരി ബാലകൃഷ്ണൻ വന്നു, ഇപ്പോഴത്തെ MV ഗോവിന്ദൻ വന്നു. പക്ഷേ ഡിഫാക്ടോ അതോറിറ്റി എന്ന് പറയുന്നത് പിണറായി കാലഘട്ടമാണ്. ഇപ്പോഴും CPM-ലെ പിണറായി കാലഘട്ടം തുടരുകയാണല്ലോ. എത്രത്തോളം മീനിങ് ഫുള്ളായിട്ട് CPM-നോട് വിലപേശി നിൽക്കാൻ കഴിയുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇതാ നേതൃസ്ഥാനം, പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം തങ്ങൾക്ക് വേണം എന്ന് വാശി പിടിച്ചു നിൽക്കുന്ന CPI. അപ്പോൾ മുന്നണി യോഗം കൂടാൻ കഴിയുന്നില്ല. നിയമസഭാ കക്ഷിയുടെ LDF-ന്റെ ലെജിസ്ലേറ്റീവ് പാർട്ടിയുടെ യോഗം കൂടാൻ കഴിയുന്നില്ല. കാരണം CPI എടുക്കുന്നില്ല. എന്നിട്ട് വേണം CPM-ന്റെ 26 MLA-മാരും CPI-യുടെ 8 MLA-മാരും RJD-യുടെ 1 MLA-യും ചേർന്ന 35 അംഗ ലെജിസ്ലേറ്റീവ് പാർട്ടി കൂടാൻ കഴിയുന്നില്ല. ഇപ്പോൾ തർക്കം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഏറ്റവും വൈകി
CPI സെക്രട്ടറി ബിനോയ് വിശ്വം AKG സെൻറ്ററിൽ ചെന്ന് CPMൻ്റെ സെക്രട്ടറി ഇപ്പോൾ MV ഗോവിന്ദനുമായി സംസാരിച്ചു. MV ഗോവിന്ദൻ തീർത്തു പറഞ്ഞു, സാധ്യമല്ല, കീഴ്വഴക്കങ്ങൾ പാലിക്കപ്പെടണം. മുൻപ് ശ്രീ VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ശ്രീ കോടിയേരി ബാലകൃഷ്ണനായിരുന്നു ഉപനേതാവ്. അതിനു മുൻപും പ്രതിപക്ഷ നേതാവായി CPM ഇരിക്കുമ്പോൾ CPMൻ്റെ തന്നെ ഉപനേതാവ് തന്നെയായിരുന്നു പ്രതിപക്ഷത്തെ ഉപനേതാവ്. കാരണം CPM CPIയേക്കാൾ വലിയ പാർട്ടിയാണ്. 3 ഇരട്ടിയിലധികം MLA മാരുണ്ട്. CPIക്ക് 8 പേരേ ഉള്ളൂ MLA മാർ, CPMന് 26 പേരുണ്ട്. CPI ന്യായം പറയുന്നുണ്ട്, ഞങ്ങൾക്ക് 8 പേരേ ഉള്ളെങ്കിൽ തങ്ങൾ മത്സരിച്ച സീറ്റുകളുടെ എണ്ണം കുറവാണ്, ശതമാനക്കണക്കിൽ തങ്ങളുടെ വിജയം കൂടുതലാണ്. CPMൻ്റെ സ്ട്രൈക്ക് റേറ്റിനേക്കാൾ മെച്ചമാണ്. 26 പേരുണ്ടെങ്കിലും സ്ട്രൈക്ക് റേറ്റ് വളരെ ദുർബലമാണ്. അതുകൊണ്ട് CPI ലേശം മെച്ചമാണ്. തോൽവിയാണ് എങ്കിൽ പോലും ചില കണക്കുകൾ നിരത്തുകയാണ്. അത് മാത്രമല്ല, UDF പ്രതിപക്ഷത്തിരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ നേതാവാണ് പ്രതിപക്ഷ നേതാവ്. പക്ഷേ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം മുസ്ലിം ലീഗിന് കൊടുക്കുന്നു. അതിനും CPMന് ഒരു അദൃശ്യമായ ന്യായമുണ്ട്. CPI ബന്ധവും കോൺഗ്രസ് മുസ്ലിം ലീഗ് ബന്ധവും ഒരുപോലെ അല്ല. അവർ പറയാതെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. മുസ്ലിം ലീഗിന് ഒറ്റയ്ക്ക് ഏതാനും സീറ്റുകൾ, 10-12 സീറ്റുകൾ മലപ്പുറം ജില്ലയിലെങ്കിലും നേടിയെടുക്കാൻ കഴിയും കോൺഗ്രസിൻ്റെ ഒരു പിൻബലവുമില്ലാതെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യക്ക് CPIക്ക് കേരളത്തിൽ എവിടെയെങ്കിലും തൃശ്ശൂർ ജില്ലയിലോ കൊല്ലം ജില്ലയിലോ അവിടെയാണല്ലോ സ്വാധീനം ഏറെ ഉള്ളത്, അവിടെ പോലും ഒരു സീറ്റെങ്കിലും ഒറ്റയ്ക്ക് ജയിക്കാൻ ത്രാണിയുള്ളൊരു കക്ഷിയാണോ CPI? CPMന് ഒറ്റയ്ക്ക് ജയിക്കാനൊക്കെ കഴിയുന്ന ചില സീറ്റുകൾ ഉണ്ടാവും, ഇപ്പോഴും ഉണ്ടാകാം. പക്ഷേ CPIക്ക് അതല്ല അവസ്ഥ. ഈ ദൗർബല്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് CPM പറയുന്നത്, തങ്ങൾക്ക് എക്കാലത്തും അവകാശപ്പെട്ടിരുന്ന പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം ഇപ്രാവശ്യം വേണം. അത് അങ്ങനെ ബാലഗോപാലായിരിക്കും. പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയനും പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ KN ബാലഗോപാലും കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. ഒരുപക്ഷെ പിണറായി വിജയൻ നേതൃത്വം ഏറ്റെടുത്തില്ലായിരുന്നു എങ്കിൽ ശ്രീ KN ബാലഗോപാൽ ആയിരിക്കുമായിരുന്നു പ്രതിപക്ഷ നേതാവ്. അടുത്ത തലമുറയെ വളർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി ഭാവി നേതൃത്വം വളർന്നു വരണമെങ്കിൽ ഒരു ഉപനേതാവ് ഉണ്ടാകണം. ഇതൊക്കെ CPMൻ്റെ, അത് ബാലഗോപാൽ തന്നെ ആവും ഭാവിയിലെ CPMൻ്റെ അമരത്ത് എന്ന് എനിക്കിപ്പോൾ നിശ്ചയം പറയാനാവില്ല. എങ്കിലും ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയേക്കാം. CPIയുടെ അവകാശവാദം ഇപ്പോൾ അംഗീകരിച്ചു കൊടുത്താൽ CPM ദുർബലമാകും. ഇപ്പോഴേ ദുർബലമായി കഴിഞ്ഞു. ജനവിധി CPMനെതിരല്ല. CPI എന്ത് പഠിച്ചു? CPI മന്ത്രിമാരോടൊന്നും കാര്യമായ വിരോധമുണ്ടായത്. ചിഞ്ചുറാണി പരാജയപ്പെട്ടു, ശരിയാണ്. പക്ഷേ രാജൻ വിജയിച്ചു വന്നു. അതുപോലെ മറ്റ് മന്ത്രിമാർ ജയിച്ചു വന്നല്ലോ. പ്രസാദ് ജയിച്ചു വന്നു. 4 മന്ത്രിമാരിൽ 3 മന്ത്രിമാരും ജയിച്ചു വന്നു. CPMൻ്റെ മന്ത്രിമാർ 8 നിലയിൽ പൊട്ടിയിടത്താണ് CPIയുടെ മന്ത്രിമാരിൽ ചിഞ്ചുറാണി മാത്രമാണ് പരാജയപ്പെട്ടത്. അപ്പം CPIക്ക് ലേശം പ്രതിച്ഛായ ഇപ്പോഴുമുണ്ട്. ഇനിയാണ് കാതലായ ചോദ്യം. CPIക്കാരും CPMകാരും ഒന്നും അല്ലാത്ത സാധാരണ ജനമുണ്ടല്ലോ, അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്ത് പണിയാണിത്? ഇവർക്ക് തമ്മിൽ എന്താ വ്യത്യാസം? എന്തിനാ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒരേ പേരിൽ CPM CPI? എന്താ വ്യത്യാസം? വാട്ട് ഈസ് ദ ഐഡിയോളജിക്കൽ ഡിഫറൻസ്? നേതാക്കൾ വ്യത്യസ്തരാണെന്നല്ലാതെ പ്രത്യയശാസ്ത്രപരമായ ഒരു വ്യത്യാസവുമില്ല. മുൻകാലങ്ങളിൽ 1964 പിളർപ്പുണ്ടായപ്പോൾ ഒരുപക്ഷെ കോൺഗ്രസിനോടുള്ള സമീപനമായിരുന്നു. കാരണം CPIക്ക് ഒരു മൃദു സമീപനം, SI ഡാങ്കെ ഉൾപ്പെടെയുള്ള അവിഭക്ത CPIയുടെ നേതാക്കൾക്ക് കോൺഗ്രസിനോടൊരു മൃദു സമീപനമായിരുന്നു. കാരണം ജവഹർലാൽ നെഹ്റു പിന്തുടർന്ന ഒരു സോവിയറ്റ് അനുകൂല ഒരു വിദേശ നയം, അല്ലെങ്കിൽ റഷ്യയോട് ചേർന്ന് നിൽക്കുന്ന ഒരു നയം, സോഷ്യലിസ്റ്റ് ആദർശങ്ങൾ, ഇതിലൊക്കെ അന്നത്തെ CPI, അതായത് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ലേശം താല്പര്യം കാട്ടിയിരുന്നു. അതിനോട് വിയോജിപ്പുള്ള ആളുകൾ 32 പേര് ഇറങ്ങിപ്പോന്നു. ഡൽഹിയിൽ കൂടിയ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇറങ്ങിപ്പോകുന്നത്. ഇറങ്ങിപ്പോകുന്നവരിൽ ആരും തന്നെ ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്ന് കൂടി ഓർക്കണം. അതുകൊണ്ട് അന്നത്തെ ഒരു സാഹചര്യമല്ല ഇന്ന്. ഒരു 50 വർഷത്തിന് ശേഷം നോക്കുമ്പോൾ എന്താണ് വ്യത്യാസം CPM CPI തമ്മിൽ? അന്ന് പറഞ്ഞിരുന്ന CPIയെ പരിഹസിച്ചുകൊണ്ട് CPMകാർ പറഞ്ഞിരുന്നൊരു വാക്കുണ്ട്, വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എന്തുകൊണ്ടാണ്? കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി അച്യുതമേനോനെ, CPI നേതാവ് അച്യുതമേനോനെ മുഖ്യമന്ത്രി കസേരയിൽ എത്തിച്ചു. ഇവിടെ CPIക്ക് 2 മുഖ്യമന്ത്രിമാരുണ്ടായി, അച്യുതമേനോനും പിന്നീട് PK വാസുദേവൻ നായരും. അപ്പോൾ CPIക്കും UDFൻ്റെ സഹായത്തോടു കൂടിയാണ്, അല്ലെ കോൺഗ്രസ് പാർട്ടിയുടെ സഹായത്തോടു കൂടിയാണ് മുഖ്യമന്ത്രി കസേരയിലെത്താൻ കഴിഞ്ഞത്. ആ ബാന്ധവം, അപ്പം അധികാര രാഷ്ട്രീയത്തിന് പുറകെയാണ് CPI. വിട്ടുവീഴ്ചകൾക്കും വഴങ്ങലുകൾക്കും വിധേയപ്പെടും. തങ്ങളാണ് കറ കളഞ്ഞ കമ്മ്യൂണിസ്റ്റുകൾ, ഭരണം ദുഷിപ്പിക്കും എന്നത് തങ്ങളെ കണ്ടുപഠിക്കൂ. പക്ഷെ ദുഷിപ്പിച്ചതാരാണ്?
ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ കാലഘട്ടം ബംഗാളിൽ CPIMന്റെ ഉദകക്രിയ ചെയ്ത കാലഘട്ടമല്ലേ ജ്യോതിബാസുവിൻ്റെ കാലഘട്ടം? ഓക്കെ, അതൊരു ലിബറേഷൻ്റെ കാലഘട്ടമാണ്, വലിയ ഈത്തോസിൻ്റെ കാലഘട്ടമാണ്. പക്ഷേ അതിനുശേഷം നന്ദിഗ്രാം, സിംഗ്രൂർ കർഷക പ്രക്ഷോഭം നടന്നു, അടിച്ചമർത്തിയില്ലേ? ഭൂസമരങ്ങൾ നടന്നു, അടിച്ചമർത്തിയില്ലേ? അപ്പോൾ ആദർശമൊക്കെ CPMന് പഴങ്കഥയായി മാറിയിരിക്കുന്നു. കേരളത്തിലും ക്രോണി ക്യാപിറ്റലിസം അല്ല ഇവിടെ നടക്കുന്നത്. CPMന്റെ നേതൃത്വം നയിക്കുന്ന ആർഭാടമായ ജീവിതശൈലി അത് വലിയൊരു സൂചകമല്ലേ? CPI എക്കാര്യത്തിൽ പറയുമ്പോൾ ഇപ്പോൾ യഥാർത്ഥ ഇടത് പക്ഷം CPI ആണ്. കേന്ദ്രവിരുദ്ധത BJPയോട് ചേർന്ന് നിൽക്കാൻ പറ്റുമെങ്കിൽ കേന്ദ്ര ഫണ്ടുകൾ BJP കൊണ്ടുവരുന്ന അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ചില സ്കീമുകളിൽ PM ശ്രീ ഉൾപ്പെടെയുള്ള സ്കീമുകളിൽ ചേർന്ന് നിന്നുകൊണ്ട് സൂത്രത്തിൽ ഫണ്ടുകളെങ്കിലും നേടിയെടുക്കാം എന്ന ഒരു ഷോർട്ട് കട്ട് CPM നേതൃത്വം അഡോപ്റ്റ് ചെയ്യുമ്പോൾ കറകളഞ്ഞ കേന്ദ്രവിരുദ്ധത, BJP വിരുദ്ധത ഒക്കെ തന്നെ കൈമുതലായി ചൂണ്ടിക്കാട്ടുന്നതും ഉയർത്തിക്കാട്ടുന്നതും ഇപ്പോൾ CPI ആണ്. അപ്പോൾ യഥാർത്ഥ ഇടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIയും വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPMും ആയി മാറിയോ എന്ന് ഇത് കാണുന്നവർ വിശ്വസിച്ച് പോയാൽ തെറ്റ് പറയാനാവുമോ? അങ്ങനെയെങ്കിൽ പക്ഷേ ശക്തമായ കക്ഷി CPM തന്നെയാണ്. കാരണം അണികൾ വളരെ ശക്തമാണ്, സുസംഘടിതരാണ്, ഒരുപാട് സ്ഥാനമാനങ്ങൾ അവർക്ക് ലഭിച്ചു. 10 വർഷത്തെ തുടർ ഭരണത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി CPMന്റെ നേതാക്കളും അണികളും, സംശയമൊന്നുമില്ല. CPIക്കും അതിന് ഫ്രഞ്ച് ബെനിഫിറ്റുകൾ കിട്ടിക്കാണും എന്നതും വിസ്മരിക്കുന്നില്ല. അപ്പോൾ ഈ വിഷയം എങ്ങനെ പരിഹരിക്കപ്പെടും? ഇപ്പോൾ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുമ്പോൾ, പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ ഒരുപക്ഷെ CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞിരിക്കും. ചില നിർണായകമായ തീരുമാനങ്ങൾ പ്രതീക്ഷിക്കുന്നു. പ്രത്യേക ബ്ലോക്കായി ഇരിക്കുക എന്നതാണോ? അതൊരു ഓപ്ഷനാണ്. ഇപ്പോൾ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം അനുവദിക്കുന്നില്ല എങ്കിൽ തങ്ങൾക്ക് ഇടതുപക്ഷത്ത് തങ്ങൾ തുടരുന്നു, ഇടതു ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിരിക്കുന്നു, പക്ഷേ നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായി ഇരിക്കുന്നു എന്ന തീരുമാനമാണെങ്കിൽ പ്രതിപക്ഷത്തെ ഐക്യം ദുർബലമായി എന്ന് തന്നെയാണ്. കോൺഗ്രസിന് ആഹ്ലാദിക്കാൻ ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? RJD പോലും പറഞ്ഞിരിക്കുന്നു, ഒരു അംഗമേ ഉള്ളെന്ന് ഓർക്കണം, കൂത്തുപറമ്പിൽ നിന്നുള്ള ഒരു MLA ആണുള്ളത്. എന്നിട്ടും RJD പറഞ്ഞിരിക്കുന്നു തങ്ങളോടും കൂടെ കൺസൾട്ട് ചെയ്തിട്ട് വേണം ഉപനേതാവിനെ തിരഞ്ഞെടുക്കാൻ. തങ്ങൾക്ക് വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ മറ്റു ചിലതായിരിക്കും ഒരു വിലപേശൽ. ആദ്യമായി CPMന്റെ കൂടെ നിന്ന ഘടകകക്ഷികൾ CPMനോട് നിവർന്നു നിന്ന് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. CPMന് ഉള്ളിൽ നിന്നുകൊണ്ട് അണികൾ നേതാക്കളെ തിരുത്താൻ തുടങ്ങിയിരിക്കുന്നു. കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത് തന്നെയല്ലേ ശരി? ശ്രീ പിണറായി വിജയൻ്റെ പോക്കിനെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ വാക്കുകളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകളെക്കുറിച്ച്, അത് പരാജയത്തിന് കാരണമായതിനെക്കുറിച്ച് നിശ്ചിതമായ വിമർശനങ്ങൾ CPMനുള്ളിൽ ഉണ്ടായി എന്നത് ആ പാർട്ടിക്കൊരു ഭാവിയുണ്ട് എന്നതിലേക്കാണ് നോക്കുന്നത്. അതിന് നെഗറ്റീവായിട്ടല്ല ഞാൻ കാണുന്നത്. ആ പാർട്ടിക്കൊരു ഭാവിയുണ്ട്. കാരണം സ്വയം തിരുത്താൻ വിമർശനങ്ങൾ, സ്വയം പാർട്ടിക്കുള്ളിൽ നിന്ന് നിശ്ചിതമായ വിമർശനങ്ങൾ നേതൃത്വത്തിനെതിരെ, നേതൃത്വത്തിൻ്റെ ശൈലിക്കെതിരെ ഉണ്ടായില്ല എങ്കിൽ കമ്മ്യൂണിസ്റ്റ് രീതി അല്ല അത് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് CPI ഒരു തിരുത്തൽ ശക്തിയായി, മുന്നണിക്കുള്ളിൽ തിരുത്തൽ ശക്തിയായി CPIയും പാർട്ടിക്കുള്ളിൽ തിരുത്തൽ ശക്തിയായി പ്രാദേശിക ഘടകങ്ങളും പ്രവർത്തിച്ചാൽ നല്ലൊരു പ്രതിപക്ഷം കേരളത്തിന് ഉണ്ടാകും. പക്ഷേ ഇപ്പോൾ CPMും CPIയും തമ്മിൽ തർക്കിച്ച് ഇപ്പോഴും ആരോപിക്കുന്നത് എന്താണ്? CPMകാർ ആരോപിക്കുന്നത് എന്താണ്? CPI നിങ്ങൾ അന്ന് VP സിംഗ് മന്ത്രിസഭയിൽ ചേർന്നില്ലേ, ദേവഗൗഡ മന്ത്രിസഭയിൽ ചേർന്നില്ലേ, ചതുരാനൻ മിശ്രയും ഇന്ദ്രജിത് ഗുപ്തയും ഒക്കെ നിങ്ങൾ മന്ത്രിസഭയിൽ എത്തിച്ചില്ലേ? അപ്പോൾ CPIയും ചോദിക്കുന്നു, സ്പീക്കർ സ്ഥാനത്തേക്ക് നിങ്ങൾ CPMന്റെ ഒരു നേതാവിനെ വ്യക്തിയിൽ, എന്നിട്ട് അദ്ദേഹം ചാടിപ്പോയില്ലേ? ഇതൊക്കെ വസ്തുതകളായിരിക്കെ പരസ്പരം പഴി പറഞ്ഞുകൊണ്ട് ഇടത് ഐക്യനിര ദുർബലപ്പെടുത്തിയാൽ ശക്തമായ പ്രതിപക്ഷം ഉണ്ടാവില്ല. ഇനി ശക്തമായ പ്രതിപക്ഷം ഇല്ലാത്ത കാലത്ത് ശക്തമാണ് തങ്ങളെന്ന് കാണിക്കാൻ വേണ്ടി തെരുവിലിറങ്ങി പേക്കൂത്ത് കാട്ടുന്ന ആളുകൾ, DYFI ആകട്ടെ, SFI ആകട്ടെ, കാരണം ശക്തി ജന പിന്തുണ ഇല്ല എന്ന് പറയുമ്പോൾ ഇല്ല, തങ്ങൾ സംഘടിതരാണ്, തങ്ങൾക്ക് ശക്തിയുണ്ട് എന്ന് ക്യാമറ കണ്ണുകൾക്ക് മുമ്പിൽ തെരുവിൽ കാട്ടാൻ വേണ്ടി സാഹസം കാട്ടുന്ന CPMനെ ആണോ നമുക്ക് വേണ്ടത്? അതോ പരാജയത്തെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് ഘടകകക്ഷികളുടെ സാന്നിധ്യത്തെ അക്നോളജ് ചെയ്തുകൊണ്ട് അവർക്ക് അർഹമായ ഷെയർ നൽകിക്കൊണ്ട് നല്ലൊരു വൈബ്രൻ്റായ പ്രതിപക്ഷമായി, ക്രിയേറ്റീവ് ആൻഡ് കൺസ്ട്രക്റ്റീവ് പ്രതിപക്ഷമായി നിൽക്കാനുള്ളൊരു മാൻഡേറ്റ് അല്ലേ ജനം നൽകിയത്? ആ മാൻഡേറ്റിനനുസരിച്ച് CPM പ്രവർത്തിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് CPI-CPM തർക്കം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി മാറട്ടെ. അല്ലെങ്കിൽ അത് കേരളത്തിന് നന്നല്ല. ശക്തമായ പ്രതിപക്ഷം വേണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതുകൂടി പ്രേക്ഷകരോട് പങ്കുവെച്ചുകൊണ്ട്
നിർത്തട്ടെ. നന്ദി, നമസ്കാരം.